ഞാൻ ലോക പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ജോൺ കാരിയൻ എന്നാണ് എൻ്റെ പേര്. ഓ ജോൺ കെന്നഡി. അതല്ല അതല്ല അത് വേറെ. അത് ജോൺ എഫ് ജോൺ കെന്നഡി. അത് വേറെ. കാരിയൻ. അതാണ് ഞാൻ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. അല്ല വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇപ്പം വേറൊന്നുമല്ല, ദിവസത്തിനല്ല എന്റെ കൂലി, ഞാൻ മണിക്കൂറിനാണ് ഞാൻ കൂലി വാങ്ങുന്നത്. അയ്യോ മണിക്കൂറിനാണ് ഞാൻ കാശ് അല്ല വാങ്ങുന്നത്. 1 മണിക്കൂർ വാടകയ്ക്ക് കിടക്കുന്ന നിങ്ങൾ എന്താ സൈക്കിളാ? നീ ഐറ്റം വേറെ പോണം, നിനക്ക് ഗോൾഡൻ പഞ്ച് കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് രക്ഷപ്പെടണം. ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഈ എലിമിനേഷൻ കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അതെ അതെ ഞങ്ങൾ പറയായിരുന്നു. അതെ അതെ, രണ്ടുപേരും ഔട്ടായി. അപ്പൊ ഈ കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ചെറിയൊരു പേടിയും ഭയം. അപ്പൊ അങ്ങനെ ആ പേടി ഭയം പാടില്ല. അപ്പൊ അത് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചതാണ്. അത് നല്ല കാര്യം. ഞാൻ കുക്കിളിംഗ് ക്ലാസ് മാറ്റേ. കുക്കിളിംഗ് ക്ലാസ്സോ? രജനി ജോസ്. രഞ്ജിനി ദാസോ? ഭയങ്കര മുടയുണ്ട്, ഭയങ്കര ജാടയും മുടയാണ്. അപ്പൊ എനിക്ക് പറയാൻ ഉള്ളത്, ഭയം വേണ്ട, ജാഗ്രത. കൈ നന്നായിട്ട് കഴുകുക, മാസ്കും വെക്കുക. അയ്യേ, അതെന്തോന്ന്? അതെ, മാറിപ്പോയി, പെട്ടെന്ന് മാറിപ്പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഈ കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഒന്ന് പോവാം. അപ്പൊ മനസ്സിലായെന്നെ, ജോൺ കാരിയൻ എന്നാണ്. എന്നെ അങ്ങനെ കിട്ടുന്നതല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചാനൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ പാട്ടുകൾ പാടുമ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എലിമിനേഷൻ വരുമ്പോൾ അതൊന്നും നോക്കണ്ട മോളെ. അതെ അതെ അതെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാധാരണ നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ കയ്യില് എന്തെങ്കിലും ഒരു ടാബോ പെന്നോ ലാപ്ടോപ്പോ എന്തെങ്കിലും കാണും. നിങ്ങളുടെ മാത്രമല്ലേ ഉള്ളൂ. എന്റെ അതിന്റെ ആവശ്യമല്ല. ഇതെന്താ? മുട്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ഇത്ര കോടികളൊക്കെ രൂപ മുടക്കിട്ട് ഒരു വേദി ഒരുക്കുന്ന സമയത്ത് ആ പാട്ട് ഇങ്ങനെ വിറച്ചൊക്കെ നിന്ന് പാടുന്നത് ശരിയല്ല. അതെ, കമ്പോച്ചുള്ള കളിയൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നേ. ഇതേ നിങ്ങൾ വിചാരിക്കുന്നത് മോട്ടിവേഷന്റെ ഭാഗമാണെന്നല്ല, ഇത് ഭർത്താക്കന്മാര് തന്ന കൊട്ടേഷനാണ്. 2 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജാട മോട അപ്പൊ ഒരു അടിക്ക് 50 രൂപ വെച്ച് തന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ്. തൽക്കാലം പറയണ്ട. അതെ അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? ഏതെങ്കിലും 2 പേര് പാട്ട് പാടിയ. അപ്പൊ എനിക്ക് ഒന്ന് എഴുതിയെന്ന് പാടിയ. മുട്ടടിച്ച് പൊട്ടിക്കുന്ന ഒരു സ്റ്റൂൾ ഇട്ടേ സംഗതി ചേട്ടാ. വേണ്ട വേണ്ട, ഐറ്റം വേറെ. എന്നോടെന്തിനീ പിണക്കം, വിറയലുണ്ട്. ഇന്നും എന്തിനാണെന്നോടു പരിഭവം. മുട്ട് വിറയലുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാടുനാളായി കാത്തിരുന്നു വിറയലുണ്ട്. നീ ഒരു നോക്കു ഇനി എന്റെ നെഞ്ചത്തോട്ട് ഒന്ന് കയറി, വന്നീല. എന്റെ തോളത്തൊന്ന് കയറി. ഇരുന്ന് വിറയലുണ്ട് മോളെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ല മീനാക്ഷി, എനിക്കൊരു കാര്യം പറയാനുള്ളത്. എന്താണ്? ഇവര് കഷ്ടപ്പെട്ട് പാട്ടൊക്കെ റിഹേഴ്സൽ ഒന്ന് പാടുന്ന സമയത്ത് മീനാക്ഷി അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയില്ല. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് ഞാൻ കണ്ടു. കച്ചറയാവല്ലേ കച്ചറയാവല്ലേ. എന്താണിത്? ഇതാ കയ്യിലിരിപ്പ് ഈ ഉടുപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോട്ടിവേറ്റർ അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ. എന്റെ അങ്ങനെയല്ല, ഞാൻ ഗുണ്ടയാണ്, ഞാൻ വെച്ച് കയറ്റി തരും.